അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആമസോണിന്റെ ആപ്ലിക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് സെർച്ച് ബാറിൽ കോൾ മീ കസ്റ്റമർ കെയർ എന്ന് എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ആദ്യം ടൈപ്പ് ചെയ്തതൊന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കാണുന്ന ആമസോൺ കസ്റ്റമർ സർവീസ് എന്ന ഒരു ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരും. ഇതിൽ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഇതാ ടോക്ക് ടു ആസ് എന്നുള്ള ലാസ്റ്റിൽ കിടക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും. അപ്പം നമുക്ക് ഇതാ റിട്ടേൺ ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഒന്ന് എടുക്കും. അപ്പം ഞാൻ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കിതാ ക്യാൻസൽ ഓർ റിട്ടേൺ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൽ ഡാമേജ് ആണോ റോങ് ആയിട്ടുള്ള ഐറ്റം ആണോ വന്നിട്ടുള്ളതെന്ന് സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ ഡാമേജ് ഐറ്റം ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് അവിടെ കണ്ടിന്യൂ കസ്റ്റമർ കെയർ സർവീസ് എന്ന് ചോദിക്കും. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ലാംഗ്വേജ് ഉണ്ട്, ഹിന്ദി ഓർ ഇംഗ്ലീഷ്, അതൊന്ന് സെലക്ട് ചെയ്യുക. പിന്നെ നമുക്ക് ഡാമേജ് ആയത് അവരെ തെളിയിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഫോട്ടോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഓൺലി ദിസ് ടൈം ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ക്യാമറ ഡയറക്റ്റ് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോസ് ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു പ്രഷർ വാഷറിന്റെ ഒരു ഫോട്ടോ വെറുതെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം സെലക്ട് ചെയ്തത് അതല്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് ഡൗൺലോഡ് ആയി വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ കോൾ മീ നൗ എന്നുള്ള ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ട് വരും. അപ്പോൾ അത് വന്നു കഴിഞ്ഞ് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ വിതിൻ സെക്കൻഡിനുള്ളിൽ അവർ നമ്മളെ തിരിച്ച് വിളിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുക. പിന്നെ നിങ്ങളുടെ ലാംഗ്വേജ് മലയാളം വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാനിതിന്റെ കമന്റ് ബോക്സിൽ ഒന്ന് പിൻ ചെയ്ത് വെക്കാം. അതൊന്ന് നോക്കിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യുക. താങ്ക്